രാജ്യതലസ്ഥാനത്തെ കനത്ത പ്രതിഷേധത്തിനിടെ ചേരുന്ന CJP കേന്ദ്ര സർക്കാർ ചർച്ചയിൽ ഉറ്റുനോക്കുകയാണ് രാജ്യം. CJP പ്രതിനിധികൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ കേന്ദ്രമന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തുകയാണിപ്പോൾ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണിപ്പോൾ പ്രവർത്തകരുള്ളത്. പ്രതിഷേധങ്ങൾക്കിടെ അതിക്രമം കാണിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ശ്രമം. പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ആരംഭിച്ചുവെന്നും കേന്ദ്രം അറിയിക്കും. നോബിൾ മാരിക്കാരനും PR സുനിൽ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നോബിളിലേക്ക് പോയാൽ, നോബിൾ, അപ്പോൾ രാജ്യമാകെ ഉറ്റുനോക്കുകയാണ് ഈ ഒരു ചർച്ചയുടെ പുരോഗതി എന്തായിരിക്കും, എങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തുമെന്നുള്ളത്. എന്താണെങ്കിലും ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നൽകാമെന്നുള്ളത് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദില്ലിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാമെന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അങ്ങനെ തന്നെ നിൽക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണത്. അതില്ലാതെ മറ്റൊരു സമവായത്തിനുമില്ല എന്നുള്ളത് ചർച്ച തുടങ്ങും മുമ്പ് തന്നെ അഭിജിത്ത് ദീപ്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇരു കൂട്ടരും എന്തൊക്കെ വാദങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് വയ്ക്കും? ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? നോബിൾ. കേന്ദ്ര സർക്കാർ നമ്മൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ്. ചർച്ച കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലേക്ക് നേതാക്കൾ ഇറങ്ങി വരും. ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി JP നദ്ദ, അതോടൊപ്പം തന്നെ ജിതേന്ദ്ര സിംഗ്, അതോടൊപ്പം തന്നെ CJP പ്രതിനിധികളായ സൗരവ് ദാസ്, അശുതോഷ് താങ്കെ എന്നിവർ ഇറങ്ങി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഈ ചർച്ചയുടെ ഫലം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നിലവിൽ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മാധ്യമപ്രവർത്തകരൊക്കെ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ, അതായത് JP നദ്ദയും അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള എത്തിക്കൊണ്ട് മാധ്യമങ്ങളെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷ. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ എന്താണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നൊരു വിവരം നമുക്ക് അറിയാൻ കഴിയും. നിലവിൽ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യത്തിലേക്ക് സർക്കാർ ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഇടയില്ല. അതേസമയം ബാക്കി ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കും. പ്രത്യേകിച്ച് ഈ സോനം വാങ്ചുക്ക് അദ്ദേഹത്തിന് നിരാഹാര സമരം അവസാനിപ്പിച്ചപ്പോൾ ഏറെക്കുറെ CJP ഉയർത്തിയ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് മരിച്ച ഈ നീറ്റുമായി ബന്ധപ്പെട്ട ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾക്ക് 1 കോടി രൂപ നൽകുക, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റ് മാർച്ചെടുത്ത കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അംഗീകരിക്കാത്ത ആവശ്യം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിയാണ്. അതിൽ നിന്ന് CJP പുറകോട്ട് പോകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിനോട് ചേർന്നുള്ള VP ഹൗസിലാണ്. VP ഹൗസിലെ 5ാമത്തെ നിലയിൽ 504 നമ്പർ മുറിയിലാണ് ഈ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയ്ക്ക് ശേഷമാണ് കേന്ദ്രമന്ത്രി JP നദ്ദ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണെങ്കിലും പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദില്ലി നിശ്ചലമാണ്. ഈ CJP പ്രതിഷേധം മൂലം വലിയ തരത്തിൽ പ്രവർത്തകർ എത്തുന്നു, പിന്തുണച്ച് ആളുകൾ എത്തുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകും, നിരന്തരം ലാത്തി ചാർജുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും ഈ വിഷയം സജീവമായി തന്നെ ഉയർത്തിയതോടെ വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്താണെങ്കിലും അത്തരത്തിൽ വലിയ ചർച്ചകളിലേക്ക്, വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും കേന്ദ്രമന്ത്രിമാരുടെ വാഹനങ്ങളാണ് ഈ നിരത്തി കിടക്കുന്നത്. JP നദ്ദ അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള ആളുകളുടെ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാർ ഉടൻ തന്നെ ഇങ്ങോട്ട് വരും. എന്താണെങ്കിൽ ഈ ചർച്ചകൾക്കൊടുവിൽ ഒരു മികച്ച, പ്രത്യേകിച്ച് ഈ സമരം അവസാനിപ്പിക്കാൻ ഒരു ഫോർമുല രൂപപ്പെടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളും അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഏറെ വൈകി പ്രധാനമന്ത്രി ഒരു വീഡിയോ സന്ദേശം ജനങ്ങൾക്ക് മുന്നിൽ അയക്കുന്ന സാഹചര്യം ഉണ്ടായി. സാഹചര്യം ഒട്ടും അനുകൂലമല്ല. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് വലിയ ആശങ്ക ഇപ്പോൾ സംഘർഷങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ആ വീഡിയോ സന്ദേശം വന്നത്. അതിന് പിന്നാലെ സോനം വാങ്ചുക്കിനുമായി കേന്ദ്രമന്ത്രിമാർ ചർച്ച നടത്തി അദ്ദേഹത്തിന് നിരാഹാര സമരം 26ാം ദിവസം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു ഘട്ടമായി ഈ മയപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CJPയെ കൂടി തണുപ്പിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആശങ്ക, ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ, ഇപ്പോഴത്തെ പ്രതിസന്ധിയെ കേന്ദ്ര സർക്കാർ മറികടക്കാൻ കഴിയും. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം അല്പം മുമ്പും അഭിജിത്ത് ദീപ്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. അതിൽ നിന്ന് CJP പുറകോട്ട് പോകുമെന്ന് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലേക്ക് മന്ത്രിമാർ ചർച്ച പൂർത്തിയാക്കിയ ശേഷം വരും. അതിനുശേഷം നമുക്ക് അവരുടെ പ്രതികരണം തേടാവുന്നതാണ്. കഴിഞ്ഞ തവണ ഈ JP നദ്ദയുടെ വസതിയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ മന്ത്രിമാരുടെ വസതിയിൽ പോയി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് പുറകിലാണ് ഈ പറഞ്ഞ VP ഹൗസ് ഉള്ളത്. ഈ VP ഹൗസ് എന്ന് പറയുന്നത് MP-മാരുടെയൊക്കെ ഒരു കോട്ടേജാണ്. ഇവിടുത്തെ ഒരു 5ാമത്തെ നിലയിൽ 504ാം മുറിയിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അവിടെ നിന്നാണ് ഇനി ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലേക്ക് നേതാക്കൾ എത്തുക. അവിടെ ആയിരിക്കും
ബാക്കി ഈ പറഞ്ഞ മാധ്യമങ്ങളെ ഇറക്കം കണ്ടുകൊണ്ട് കാര്യങ്ങൾ ബാക്കി ചർച്ചയിലേക്ക് പോയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ വാഹനമാണ്, അദ്ദേഹം വന്ന വാഹനമാണ്. കേന്ദ്രമന്ത്രിമാരുടെ വാഹനങ്ങളൊക്കെ എന്താണെങ്കിലും ഇവിടെ ഉണ്ട്. പ്രധാനപ്പെട്ട ചർച്ചയാണ് എന്താണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ പ്രതീക്ഷ കേന്ദ്ര സർക്കാരും ഈ ചർച്ചയിലുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിസഭാ യോഗമൊക്കെ ഇന്നിപ്പോൾ ചേരുന്നുണ്ട്. അതിൽ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക ബില്ലൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ആ ബില്ലോടെ വരുന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നിയമങ്ങളിലേക്ക് പോകുമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയൊക്കെ ചെയ്യും. എന്താണെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ചോദ്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഉത്തരം വേണ്ടത്. അപ്പോൾ തിരിഞ്ഞുപോലും നോക്കാതെ അവഗണിച്ച് ഒഴിവാക്കാൻ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ഒരു സമരമാണ് അതിപ്പോൾ 30-35 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ആ ഒരു യുവ ശബ്ദം കേൾക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. തുടർ ചർച്ചകളിലൂടെ എങ്ങനെയെങ്കിലും പ്രശ്നപരിഹാരം നടത്താൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രിമാർ തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. CJPയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി പല ആവശ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ച് നിർത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത്. പക്ഷേ അത് നടക്കില്ല എന്ന് തീർത്തു പറയുന്നു CJPയുടെ പ്രതിനിധികൾ. ബാക്കി എല്ലാ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു, പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി ഇനി മന്ത്രിസ്ഥാനത്ത് തുടരാൻ പാടില്ല. രാജിയില്ലാതെ ഞങ്ങൾ മറ്റൊന്നിനും ഈ ഒരു സമരം അടിയറവ് വെക്കില്ല എന്നവർ ഉറപ്പിച്ചു പറയുകയാണ്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ ചർച്ചയുടെ ഒരു ഫലം അതെന്താണ് എന്നുള്ളത് മന്ത്രിമാരും അതോടൊപ്പം CJPയുടെ നേതാക്കളും പറയുമെന്ന് നമുക്ക് കരുതാം.